നമസ്കാരം. പ്രധാന വാർത്തകൾ. ബംഗാൾ ശിശുക്ഷേമ കമ്മിറ്റി വെട്ടത്തൂരിൽ പരിശോധനയ്ക്കെത്തും. അമ്മിനിക്കാട് കുഞ്ഞാലിപ്പടിയിലെ നമസ്കാരപ്പള്ളിയിൽ മോഷണം. മലപ്പുറം കോട്ടക്കുന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. ലോകകപ്പിനെ വരവേറ്റ് കുന്നപ്പള്ളിയിൽ റോഡ് ഷോ. യൂട്യൂബ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. വാർത്തകൾ വിശദമായി. കുട്ടികളെ എത്തിച്ച സംഭവം. ബംഗാളിലെ ഉദ്യോഗസ്ഥർ വെട്ടത്തൂർ അനാഥാലയത്തിൽ പരിശോധന നടത്തും. ബംഗാൾ ശിശുക്ഷേമ കമ്മിറ്റി അടുത്ത ദിവസം വെട്ടത്തൂരിലെത്തും. അനധികൃതമായി കുട്ടികളെ കേരളത്തിലെത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മാൾഡ ബാലക്ഷേമ കമ്മിറ്റി അടുത്ത ദിവസം വെട്ടത്തൂരിലെത്തും. ബംഗാൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് സംഘം എത്തുന്നത്. അനാഥാലയത്തിൽ താമസിപ്പിച്ചിരിക്കുന്ന രക്ഷിതാക്കളെയും കുട്ടികളെയും സംഘം കാണുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനാണെന്നാണ് വിവരം. കുട്ടികളെ തിരിച്ചു നാട്ടിലെത്തിക്കുന്നതിന് അധികൃതരുമായി സംഘം ചർച്ച നടത്താനും സാധ്യതയുണ്ട്. 59 കുട്ടികളും 55 രക്ഷിതാക്കളുമാണ് നിലവിൽ അനാഥാലയത്തിലുള്ളത്. ഇവരെ മടക്കി അയക്കുന്നതിന് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് 1.25 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ബുധൻ ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് കേരളത്തിൽ നിന്ന് മാൾഡ വഴി പോകുന്ന ട്രെയിൻ ഉള്ളത്. ട്രെയിനിൽ ബോഗി ബുക്ക് ചെയ്യുന്നതിനായി ജില്ലാ സാമൂഹിക നീതി അധികൃതർ റെയിൽവേ പാലക്കാട് ഡിവിഷൻ അധികൃതരെ കാണുന്നുണ്ട്. മടക്കയാത്ര ഞായറാഴ്ച നടത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് അധികൃതർ നടത്തുന്നത്. അമ്മിനിക്കാട് കുഞ്ഞാലിപ്പടിയിലെ മസ്ജിദ് തഖ്വയിൽ മോഷണം. പള്ളിയിലെ മൈക്ക് സെറ്റ്, ആംപ്ലിഫയർ, ഡിജിറ്റൽ ക്ലോക്ക് എന്നിവ മോഷണം പോയി. അമ്മിനിക്കാട് കുഞ്ഞാലിപ്പടിയിലെ നമസ്കാരപ്പള്ളിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. ബുധനാഴ്ച രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം 9:30 പള്ളി പൂട്ടിപ്പോവുകയായിരുന്നു. വാതിലിന്റെ ഓടാമ്പൽ കമ്പിപ്പാര ഉപയോഗിച്ച് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. വ്യാഴാഴ്ച പുലർച്ചെ സുബഹി നമസ്കാരത്തിനായി പള്ളിയിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പള്ളിയിൽ സ്ഥാപിച്ചിരുന്ന ആംപ്ലിഫയർ, മൈക്ക്, ഡിജിറ്റൽ ക്ലോക്ക് എന്നിവയാണ് മോഷണം പോയത്. രാവിലെ സുബഹിക്ക് കൂടെ വന്നപ്പോൾ കൂട്ട് പൊട്ടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ 2 വാച്ചും കൂട്ട് പൊട്ടിച്ച് അതിൻ്റെ മൈക്ക് സെറ്റും വാച്ചൊക്കെ എടുത്ത് കൊണ്ടുപോയിരുന്നു. ഞങ്ങളങ്ങനെ അതേമാതിരി കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലീസുകാർ വന്നു. ഒരു പോയി. അമ്മിനിക്കാട് മസ്ജിദ് തഖ്വ ഭാരവാഹികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് പരിശോധന നടത്തി. മലപ്പുറം കോട്ടക്കുന്നിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂറിസം പാർക്ക് ഒരുങ്ങുന്നു. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. മലപ്പുറം കോട്ടക്കുന്നിനെ അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂറിസം പാർക്കാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാനിന് വെള്ളിയാഴ്ച അന്തിമ രൂപമാവും. 36 ഏക്കറിൽ വിസ്തൃതമായ കോട്ടക്കുന്നിനെ സിംഗപ്പൂരിലെ സെന്റോസ പാർക്കിന്റെ മാതൃകയിൽ വിനോദ വിജ്ഞാന കേന്ദ്രമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മാസ്റ്റർ പ്ലാനിന് രൂപം നൽകിയിരിക്കുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചെന്നൈ ആസ്ഥാനമായുള്ള ഭാരാഷ കമ്പനിയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. കുട്ടികളുടെ പാർക്ക്, മുതിർന്നവരുടെ പാർക്ക്, അക്വേറിയം, അത്യാധുനിക അമ്യൂസ്മെന്റ് പാർക്ക്, കേബിൾ കാർ, ഉല്ലാസ ട്രെയിൻ, അഡ്വഞ്ചർ സോൺ, ഷോപ്പിംഗ് ഏരിയ, ഫുഡ് കോർട്ട്, എക്സിബിഷൻ, AC കോൺഫറൻസ് ഹാളുകൾ, മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ, അപൂർവയിനം പൂക്കളുടെ ശേഖരം, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, ഇരിപ്പിടങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ടൂറിസം വകുപ്പും മറ്റുള്ളവ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയും പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കോട്ടക്കുന്നിലെത്തുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് മാസ്റ്റർ പ്ലാൻ വിഭാവനം ചെയ്യുന്നത്. ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന്റെയും P ഉബൈദുള്ള MLAയുടെയും സാന്നിധ്യത്തിലാണ് ചർച്ചകൾ നടക്കുക. ജില്ലാ കളക്ടർ K ബിജു ചർച്ചകൾ ക്രോഡീകരിക്കും. വെള്ളിയാഴ്ച രാവിലെ 10-ന് കോട്ടക്കുന്ന് TTPC ഹാളിലാണ് പരിപാടി. പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത വിധത്തിലും കോട്ടക്കുന്നിന്റെ സ്വാഭാവികത നശിപ്പിക്കാതെയും കൂടുതൽ മരങ്ങൾ വച്ചുപിടിപ്പിച്ച് ആകർഷകമാക്കിയുമാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിദഗ്ധരുടെയും പൊതുജനങ്ങളുടെയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ചർച്ചയിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. ലോകകപ്പിനെ വരവേറ്റ് കുന്നപ്പള്ളിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. കുന്നപ്പള്ളി യൂത്ത് വിംഗ് പ്രവർത്തകരാണ് വർണ്ണാഭമായ റോഡ് ഷോ സംഘടിപ്പിച്ചത്. യൂത്ത് വിംഗ് കുന്നപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ക്ലബ് പ്രവർത്തകർ അണിനിരുന്ന വർണ്ണശബളമായ ഫുട്ബോൾ റോഡ് ഷോ സംഘടിപ്പിച്ചു. ഇഷ്ട ടീമുകളുടെ പതാകയും ജേഴ്സിയും അണിഞ്ഞ് 100 കണക്കിന് ആരാധകരാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. കാറുകൾ, ബൈക്കുകൾ തുടങ്ങിയ നിരവധി വാഹനങ്ങളിലാണ് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തത്. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി വായനശാല പരിസരത്ത് നിന്നാരംഭിച്ച റോഡ് ഷോ ജൂബിലി റോഡിൽ അവസാനിച്ചു. ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും പ്രദർശിപ്പിച്ച് വാദ്യമേളങ്ങളോടെ നടന്ന റോഡ് ഷോയിൽ നിരവധി പേർ പങ്കെടുത്തു. അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക്കിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ അനുമതി. സിവിൽ ബ്ലോക്ക് നിർമ്മിക്കാനുള്ള
പദ്ധതി രേഖയ്ക്കാണ് അനുമതി ലഭിച്ചത്. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയ പദ്ധതി രേഖകളിലാണ് അങ്ങാടിപ്പുറം പോളിടെക്നിക്കിലെ കെട്ടിട നിർമ്മാണം ഉൾപ്പെട്ടിട്ടുള്ളത്. 2,50,00,000 രൂപയാണ് നിർമ്മാണത്തിന് അനുവദിച്ചത്. മെയ് 30 ഗവൺമെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലായി പുതിയ കോഴ്സുകൾ തുടങ്ങും. പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനായി AICTEയുടെ അംഗീകാരത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. അംഗീകാരം ലഭിച്ചാലുടൻ തുടർ നടപടി സ്വീകരിക്കുമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിച്ചു. ബാലവേലയ്ക്കെതിരെ നിയമം കർശനമാക്കാൻ തൊഴിൽ വകുപ്പിന്റെ ബാലവേല നിർമ്മാർജ്ജന യജ്ഞം. പിടിക്കപ്പെട്ടാൽ 6 മാസം തടവും 10,000 രൂപ പിഴയും. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അപകടകരമായ തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നതും കുട്ടികളെ സ്കൂളിൽ അയക്കാതെ ജോലി ചെയ്യിക്കുന്നതും നിയമവിരുദ്ധമാണ്. തൊഴിൽ വകുപ്പിന്റെയും ചൈൽഡ് ലൈനിന്റെയും ആഭിമുഖ്യത്തിലാണ് ബാലവേല നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത്. ബാലവേല ചെയ്യിക്കുന്നവർക്ക് 6 മാസ തടവും 10,000 രൂപ പിഴയും ശിക്ഷ ലഭിക്കും. ഹോട്ടൽ, തട്ടുകട, റെസ്റ്റോറന്റുകൾ, വർക്ക്ഷോപ്പുകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ജില്ലാ ലേബൽ ഓഫീസറുടെ നേതൃത്വത്തിൽ തീവ്ര പരിശോധന നടത്തുന്നുണ്ട്. ജില്ലയിൽ 116 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. എന്നാൽ ഒരിടത്തും ബാലവേല കണ്ടെത്താനായിട്ടില്ല. ബാലവേല വിരുദ്ധ സ്റ്റിക്കർ തയ്യാറാക്കി ജില്ലയിലെ പൊതുസ്ഥലങ്ങളിലും ഹോട്ടൽ, തട്ടുകട, റെസ്റ്റോറന്റുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവിടങ്ങളിലും പതിക്കാനും തീരുമാനിച്ചു. പ്രതിസന്ധി മാറിയതിനെ തുടർന്ന് അധിക ലോഡ് ഷെഡിംഗ് പിൻവലിച്ചു. കുറവുണ്ടായിരുന്ന 250 മെഗാവാട്ട് വൈദ്യുതി ജാഡ്ജർ പവർ പ്ലാന്റിൽ നിന്ന് ലഭിച്ചതിനാലാണ് ലോഡ് ഷെഡിംഗ് പിൻവലിക്കാൻ തീരുമാനമെടുത്തത്. കുരങ്ങുപനിക്കുള്ള പ്രതിരോധ മരുന്നുകൾ നൽകേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ് ടെക്നിക്കൽ കമ്മിറ്റി തീരുമാനിച്ചു. മഴ തുടങ്ങിയതിനാൽ രോഗാണുക്കളുടെ പ്രവർത്തനം സ്ഥിരമാകുമെന്നതിനാൽ ഇനി പ്രതിരോധ മരുന്ന് നൽകേണ്ടതില്ലെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ടെക്നിക്കൽ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. ഇനി വേൾഡ് കപ്പ് വാർത്തകൾ. ലോക ഫുട്ബോൾ മാമാങ്കത്തിന് വിസിൽ മുഴങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രം. ഇന്ത്യൻ സമയം രാത്രി 11:30 ഉദ്ഘാടന ചടങ്ങിന് തുടക്കമാകും. 2014 ലോകകപ്പ് ഫുട്ബോളിന് വിസിൽ മുഴങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ലോകം മുഴുവൻ ഇനി ബ്രസീലിലേക്ക് ചുരുങ്ങുന്നു. 31 ദിനരാത്രങ്ങൾ, 12 സ്റ്റേഡിയങ്ങൾ, 32 ടീമുകൾ, 64 മത്സരങ്ങൾ. ലോകം ഫുട്ബോൾ ഡയറിയിൽ മയങ്ങുന്ന ദിനരാത്രങ്ങൾക്കായിരിക്കും ഇന്ന് തുടക്കം കുറിക്കുന്നത്. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം 11:30 ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ലോക ഫുട്ബോൾ മാമാങ്കം നടക്കുന്ന ബ്രസീലിൽ വർണ്ണാഭമായ ചടങ്ങുകൾക്കാണ് സംഘാടകർ ഒരുക്കം പൂർത്തിയാക്കിയിരിക്കുന്നത്. 11 രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന ചടങ്ങിനെ അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. 600 കലാകാരന്മാരെ അണിനിരത്തി ജെനിഫർ ലോപ്പസ് അവതരിപ്പിക്കുന്ന ഫിഫ ഒഫീഷ്യൽ സോങ്ങിന്റെ അവതരണം സ്റ്റേഡിയത്തിൽ നടക്കും. കരിമരുന്ന് പ്രയോഗവും ചടങ്ങിനെ വർണ്ണാഭമാക്കും. തുടർന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 2014 ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് ബ്രസീലിലെ സാവോ പോളോ മൈതാനിയിൽ വിസിൽ മുഴങ്ങും. ആതിഥേയരായ ബ്രസീൽ ക്രൊയേഷ്യയെ നേരിടും. ആവേശകരമായ ഉദ്ഘാടന മത്സരം കാണാൻ 35 ലക്ഷം പേർ സ്റ്റേഡിയത്തിലും കോടിക്കണക്കിന് ആരാധകർ ലോകത്തിന്റെ വിവിധ കോണുകളിലും കാത്തിരിക്കുകയാണ്. ഇന്ന് വേൾഡ് കപ്പിൽ ബ്രസീലും ക്രൊയേഷ്യയും തമ്മിലാണ് ആദ്യ മത്സരം. താരതമ്യേന ദുർബലരായ ക്രൊയേഷ്യയ്ക്ക് ബ്രസീലിന് വെല്ലുവിളി ഉയർത്താനാകുമോ എന്നാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത്. ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 1:30 2014 ലോകകപ്പിലെ ആദ്യ മത്സരം. ആതിഥേയരായ ബ്രസീലും ക്രൊയേഷ്യയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ലോകകപ്പിൽ ഇരു ടീമുകളും തമ്മിൽ ഒരു തവണ മാത്രമാണ് ഏറ്റുമുട്ടിയത്. അന്ന് 44-ാം മിനിറ്റിൽ കക്ക നേടിയ ഒരു ഗോളിനാണ് ബ്രസീൽ ജയിച്ചത്. മുന്നേറ്റ നിരയിൽ മികച്ച ഫോമിലുള്ള നെയ്മർ, ഫ്രെഡ് കൂട്ടുകെട്ടിലാണ് ബ്രസീൽ പ്രതീക്ഷകൾ മുഴുവനും. ക്യാപ്റ്റൻ തിയാഗോ സിൽവെ പ്രതിരോധത്തിന് നേതൃത്വം നൽകുന്നു. 6ാം ലോകകപ്പ് കിരീടത്തിനിറങ്ങുന്ന ബ്രസീൽ 1950-ലെ മറക്കാന ദുരന്തം മറക്കാനായിരിക്കും ശ്രദ്ധിക്കുക. 1998-ലാണ് ക്രൊയേഷ്യ ആദ്യ ലോകകപ്പിന് യോഗ്യത നേടുന്നത്. സെമിയിൽ ഫ്രാൻസിനോട് തോറ്റു പുറത്തായ ക്രൊയേഷ്യ 2002-ലും 2006-ലും യോഗ്യത നേടിയെങ്കിലും ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്താകുകയായിരുന്നു. ക്യാപ്റ്റൻ ഡാരിയോ സർണയ്ക്കും കൂട്ടുകാർക്കും കാനറികൾക്ക് പ്രതിരോധം ഉയർത്താൻ കഴിയുമോ എന്നതാണ് ലോകം കാത്തിരിക്കുന്നത്. ഇന്നത്തെ കളിയിൽ ബ്രസീലേക്ക് കപ്പ് അർജന്റീന. അത് അർജന്റീന മാത്രമേ കൊണ്ടുപോകുള്ളൂ. ബ്രസീൽ തോൽക്കാനാണ് സാധ്യത. കപ്പ് ബ്രസീൽ കിട്ടില്ല. ഇല്ല, അർജന്റീന നേടാൻ സാധ്യത. ഉറപ്പാണ്. കപ്പ് ബ്രസീലിന്
ബ്രസീൽ ജയിക്കും. ബ്രസീലിന് കപ്പ് കിട്ടും. ബ്രസീലിന് കപ്പ് കിട്ടും. അവരെ നാട്ടിലാവുകൊണ്ട് സാധ്യത കൂടുതലാണ്. ഇന്നത്തെ കളിയിൽ എത്ര ഗോൾ ഉണ്ടാവും? ഇന്നത്തെ ഗോളിൽ 2 ഗോൾ. 2 ഗോൾ ഉണ്ടാവും. എത്ര ഗോൾ? 2-0. വേൾഡ് കപ്പ് ആരുണ്ട്? ബ്രസീലുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബംഗാൾ ശിശുക്ഷേമ കമ്മിറ്റി വെട്ടത്തൂരിൽ പരിശോധനയ്ക്കെത്തും. അമ്മിനിക്കാട് കുഞ്ഞാലിപ്പടിയിലെ നമസ്കാരപ്പള്ളിയിൽ മോഷണം. മലപ്പുറം കോട്ടക്കുന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. ലോകകപ്പിനെ വരവേറ്റ് കുന്നപ്പള്ളിയിൽ റോഡ് ഷോ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.